നാലാമത്തെ പാട്ട് വളരെ രസകരമാണ്. അതൊരു പാട്ടിൻ്റെ സിറ്റുവേഷനൊന്നുമില്ല, അതൊരു ബാക്ക്ഗ്രൗണ്ട് സോങ് ആയിട്ടാണ് നമ്മൾ കമ്പോസ് ചെയ്യുന്നത് തന്നെ. അതായത് അതിനകത്ത് ആരും പാടുന്നതല്ല. ഒരു ഒരു ഇവർ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പോകുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. കുട്ടിയെ കൊണ്ടുപോയി കൊടുത്തിട്ട് പണം വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് മൊത്തം ഒരു പാട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ റെഡിയാകുന്നത്, പോകുന്നത് വരെയുള്ള അങ്ങനെ ഒരു പാട്ട് ആണ് പിന്നീട് മൂന്നാമത്തെ സോങ്. ആ പാട്ടിൻ്റെ പിന്നിലൊരു രസകരമായ സംഭവമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പാട്ടിൻ്റെ ഓർക്കസ്ട്ര ഒരാളാണ് ചെയ്തിരിക്കുന്നത്. ഒരേ ഒരാളുടെ കീബോർഡാണ് ആ ഫുൾ പാട്ട്. അന്ന് ബാലകൃഷ്ണൻ ആ ട്യൂൺ കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് ബിച്ചു തിരുമല അദ്ദേഹം അത് എഴുതിയും കഴിഞ്ഞിട്ട് റെക്കോർഡിങ്ങിന് നമ്മൾ ചെല്ലുമ്പോൾ ഒരു പയ്യൻ ആണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓർക്കസ്ട്ര ഒന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ ഓർക്കസ്ട്ര ഒന്നും വേണ്ട, ഇതൊരു ബാക്ക്ഗ്രൗണ്ട് സോങ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കീബോർഡ് മാത്രം മതി. ഒരു കൊച്ചു പയ്യൻ, ഒരു വണ്ണം കുറഞ്ഞിട്ട് പൊക്കം കുറഞ്ഞിട്ട് നല്ല വണ്ണം ഒരു ഉണ്ണ പയ്യൻ ഇരുന്ന് കമ്പോസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കീബോർഡിലൂടെ ആ പാട്ടിൻ്റെ പശ്ചാത്തലം ഒരുക്കുന്നുണ്ട്. ആ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് മുഴുവൻ ഒരു പയ്യനാണ്. ആ പയ്യനാണ് പിന്നീട് AR റഹ്മാൻ എന്ന് അറിയപ്പെടുന്നത്. അന്ന് ദിലീപാണ്. അന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കി ആ ഒരു കീബോർഡിൽ നിന്നുകൊണ്ടാണ് ആ ഫുൾ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇത് കളിക്കളം, പഴക്കളം, ഒരു പഴക്കളം, പോരാട്ടമാരംഭമായി പടനിലങ്ങളിലാകെയും പടഹകാഹളഭേരികൾ പരിചയും കവചങ്ങളും പൊരുതുവാൻ കരവാടുമായി നിറങ്ങുവിൻ തുടങ്ങുവിൻ സന്താഹം. ஸோ அந்த பாட்டுக்கு வேறு ஆர்கெஸ்ட்ரா யாருமே கிடையாது. திலீப் கீபோர்ட், சிவமணி ட்ரம்ஸ். அந்த திலீப் தான் எனக்கு AR ரஹ்மான். ஸோ என்னோடய ஃபஸ்ட்டு படத்துக்கு கீபோர்டு வாசிச்சது AR ரஹ்மான். ஐ எம் வெரி ஹாப்பி டு சே. அண்டு அந்த பாட்டு வந்து எல்லாருக்கும் ரொம்ப, அந்த மியூசிக்கெல்லாம் எல்லாருமே ரொம்ப லைக் பண்ணாங்க. இது களிக்கളം, பழக்கളം, ஒரு பழக்கളം. റാംജി റാവുവിൻ്റെ